ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കുളത്തൂപ്പുഴയാണ് കേട്ടോ. കുളത്തൂപ്പുഴ നമ്മൾ നേരെ തെന്മല വഴി ചെങ്കോട്ടയിലേക്കൊന്ന് പോവുകയാണ്. നമ്മളൊരു ചെറിയൊരു യാത്രയാണ്. അപ്പോൾ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് യാത്ര ചെയ്യാൻ തോന്നി. അങ്ങനെ നമ്മൾ നേരെ ചെങ്കോട്ടയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴി നമ്മൾ കുളത്തൂപ്പുഴ ഇറങ്ങി വയനാടൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. അവിടെ കയറി നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട്. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. 130 രൂപയുള്ള ഒരു ബിരിയാണി. അങ്ങനെ നമ്മളൊരു ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ബിരിയാണിയൊക്കെ കഴിഞ്ഞ് അടിപൊളി ബിരിയാണിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ബിരിയാണിയായിരുന്നു. അപ്പോൾ നമ്മളെ കുളത്തൂപ്പുഴ ഒരു മുസ്ലിം പള്ളിയുണ്ട് കേട്ടോ, ഒരു വലിയ പള്ളി. ആ പള്ളിയുടെ ഓപ്പോസിറ്റ് കാണുന്നതാണ് വയനാടൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നല്ല ഫുഡായിരുന്നു, നല്ല ചിക്കൻ ബിരിയാണിയായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നേരെ കുളത്തൂപ്പുഴയിൽ നിന്ന് നമ്മൾ നേരെ തെന്മലയിലോട്ട് പോവുകയാണ്. തെന്മല വഴി നേരെ ചെങ്കോട്ടയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് കുറച്ച് റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അടിപൊളി സ്ഥലമാണ്. ഇല്ല, വേറെ റോഡായിരുന്നു, അവിടെ കടയായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് നല്ല ചെന്തുരുണി, നല്ല ഫോറസ്റ്റാണ് കേട്ടോ. നല്ല മുകളിൽ ഫോറസ്റ്റാണ്, ഇപ്പുറത്തും റബ്ബറും തോട്ടം, കുറച്ച് അപ്പുറത്തോട്ടൊക്കെ മാറി ഫോറസ്റ്റാണ്. അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഇപ്പം വലിയ ചൂടൊന്നുമില്ല. ചൂടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല തണുപ്പ് പോകുന്നുണ്ട്. ഇവിടെ ഫുള്ളും റബ്ബറും തോട്ടം കേട്ടോ. ഭയങ്കര കൊക്കല കുഴിയാണ് അങ്ങോട്ട്. വെയിലുണ്ടെങ്കിൽ നമുക്ക് ചൂടൊന്നും അറിയുന്നില്ല കേട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ലൊരു കുളിരുന്ന്, നല്ല ഒരു അത്യാവശ്യം യാത്ര ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണിത്. ഇനിയിപ്പോൾ 1-2 മാസം, 1 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാളും. പിന്നെ ചൂടായിരിക്കും. പിന്നെ റോഡിലൊന്നും ഇറങ്ങാനൊക്കത്തില്ല, നല്ല ചൂടായിരിക്കും. നമ്മളിപ്പം തെന്മല ഡാമിൻ്റെ അടുത്തായി കേട്ടോ. ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമാണ്, നല്ല തിരക്കൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വണ്ടികളുമുണ്ട്. തെന്മല ഡാം, തെന്മല താണ്ട പാലം. ഇവിടെ വെള്ളം കുറവാണ് കേട്ടോ. ഡാം അടച്ചിരിക്കുക, തുറന്നിട്ടൊന്നുമില്ല. ഇതാണ് തെന്മല. അപ്പോൾ നമ്മൾ തെന്മല ഡാം അങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് 5 രൂപ 10 രൂപ കൊടുത്താൽ മതി തെന്മല ഡാമിനകത്ത് കയറുന്നതിന്. ഒരു വണ്ടി ഇടിച്ചിടക്ക് നോക്കാം. ഡാമൊക്കെ കഴിഞ്ഞു, അടച്ചിരിക്കുക, വെള്ളം കുറവാ. ഇത് ഞായറാഴ്ച കണ്ട് നല്ല തിരക്കാണ് കേട്ടോ. അല്ല, ക്രിസ്മസിൻ്റെ അവധിയും കൂടെ ആയണ്ടേ നല്ല തിരക്കാണ്. ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ചയല്ലേ. കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള സംഭവമൊക്കെ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണം നമ്മൾ. ഈ കൊട്ടവഞ്ചി സവാരി അങ്ങനെയൊക്കെ ഉള്ളത് ഇവിടെ വരണം. ട്രക്കിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. ഇവിടെ കുറച്ച് റോഡിന് വീതി കൂട്ടി കേട്ടോ. ഇവിടെ ഒരു ഹെയർ പിൻ വളവായിരുന്നു, ഇവിടെ ഒരു ഇച്ചിരി വീതി കൂട്ടി. നമ്മുടെ KSRTC വരുന്ന നോക്കേ, ഒരു ഭംഗി തന്നെ കാണാം അല്ലേ. വളഞ്ഞങ്ങനെ വരുന്നത് കാണാൻ ഒരു ഫീലുണ്ട്. ഇതിലേക്കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു വൈബാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ.
നല്ല തണുപ്പ് വെച്ചാൽ അല്ല, ഊട്ടിയിലെ തണുപ്പൊന്നും ഇല്ല, എന്നാലും ഒരു നല്ല തണുപ്പുണ്ട്. നമ്മളങ്ങനെ തെന്മല എത്തി കേട്ടോ. തെന്മലയിൽ ആ മലയുടെ ഒരു വ്യൂ നോക്കേ, അടിപൊളി. ഇപ്പോൾ നമ്മൾ തെന്മല ജംഗ്ഷൻ എത്തി. ഒരു ചെറിയ ജംഗ്ഷനാണ് തെന്മല. ശബരിമല, പുനല്ലൂർ, ചെങ്കോട്ട. അങ്ങനെ നമ്മൾ തെന്മല, ഇതാണ് തെന്മല റെയിൽവേ സ്റ്റേഷൻ. ഈ KSRTC ബസ് കിടക്കുന്ന അകത്തോട്ട് കയറി പോകണം. തെന്മല റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ കണ്ടോ ഒരുപാട് തടികൾ കിടക്കുന്നത്. ഇത് ലേലത്തിൽ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. സർക്കാരിൻ്റെ ഫോറസ്റ്റിൻ്റെ തടികളാണെന്ന് തോന്നുന്നത്. അവൻ്റെ വിരക്കം കണ്ടോ? അവിടെ ബൈക്ക് നിന്നുകൊണ്ട് അയാൾ ഇങ്ങോട്ട് തിരിച്ചത്. ഇപ്പോൾ ഞാൻ തെന്മല കഴിഞ്ഞു കേട്ടോ. തെന്മല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആര്യങ്കാവിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാറുകാരനൊക്കെ വെട്ടിച്ചിങ്ങോട്ട് കയറ്റുന്നുണ്ട്. ചവിട്ടി നിർത്താം. കാറുകാരൻ എങ്ങോട്ട് പോകണമെന്നുള്ളൊരു കൺഫ്യൂഷനായി പോയി. അവിടെ ഉണ്ട് കാറുകാരൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെന്ന് ആലോചിക്കുക. അതാ നാനോ കാറ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് കാറുകളുണ്ട് ഇന്ന് റോഡിൽ. ആ ഒരു മരത്തിൻ്റെ വലിപ്പം നോക്കേ, ഉണങ്ങിപ്പോയില്ലേ? നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ നോക്കേ, നല്ല രസമുണ്ട് നോക്കേ. ആ മലകളൊക്കെ നോക്കേ, ആന കണക്കിരിക്കുന്നു, ആനയുടെ ദേഹം കണക്കിരിക്കുന്നു. കൊള്ളാമല്ലേ? ഒരു അപകട സാധ്യത കൂടിയ സ്ഥലമാണിത്, അപകട മേഖലയാണിത്. മിക്കവാറും വരുമ്പോൾ ഈ പാറയിലൊക്കെ വണ്ടി ഇടിച്ച് കിടക്കുന്നതാണ്. ചിലപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ദിവസം ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പം ഒന്ന് ശ്രദ്ധിച്ച് വരുക കേട്ടോ. സ്ഥലമാണ് കേട്ടോ, തുരങ്കം, റെയിൽപ്പാളം. ആ അത് തുരങ്കം, അത് കൊള്ളാം, അടിപൊളി. ഇനി നമ്മൾ അടുത്തത് 13 കണ്ണറ പാലമാണ്. അടുത്തത് 13 കണ്ണറ പാലം. ഇതൊരു വലിയ വ്യൂ പോയിൻ്റാണ്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൊക്കയാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അടിപൊളിയാണ്. അത്ര ആർക്കും അറിയത്തില്ല അവിടെ അത്രയും കുഴിയുണ്ടെന്ന്. ബസ്സിലൊക്കെ വരുമ്പം ഒരുവിധം കാണാം. ഒരു വിധമാണേ, ഫുള്ളും കാണാനൊക്കത്തില്ല, കുറച്ചൊക്കെ കാണാം. നല്ല തിരക്ക് കേട്ടോ. അല്ല വയനാടൊക്കെ പോകണമെന്നൊക്കെയുള്ള തിരക്കുന്ന്. റോഡ് മൊത്തം വണ്ടി, കാറാണെന്നേ. അങ്ങനെ നമ്മൾ 13 കണ്ണറ പാലം. അല്ല, 13 കണ്ണറ പാലം. പതിമൂന്ന് കണ്ണറ പാലം. 13 താഴേക്കട, മോളിക്കട റെയിൻ പോണ സ്ഥലമാണ്.
13 ഉണ്ട്. തെറ്റുമല്ലോ ഒരു. ഈ കാറുകാരെ വിട്ട് പോത്തില്ലെന്നേ. ആ കേരളമല്ലേ അത്? കേരള പിന്നെ പിന്നെ ഇനി ഒരു 20 കിലോമീറ്ററെങ്കിലും പോകണ്ടേ തമിഴ്നാട്ടിലേക്ക്? ആ അതെ അതെ. അമ്പനാട് ഹിൽസ് 15 കിലോമീറ്റർ, ആര്യങ്കാവ് 8 കിലോമീറ്റർ അല്ലേ? നമ്മളാരാ മോൻ? നമ്മൾ തിരക്കുള്ള പാലത്തിൽ കിടന്നു. നമ്മളിപ്പം പഴയ പാലമാണ് കേട്ടോ, വീതി കുറഞ്ഞ പാലം. നമ്മളിപ്പോൾ കഴുതുരുട്ടി കേട്ടോ. ഇതാണ് നമ്മൾ അമ്പനാടൊക്കെ പോണ റൂട്ട്. അമ്പനാടൊക്കെ പോണ അതിലേക്കിടെയാണ് ഇത്. കഴുതുരുട്ടി ഒരു ചെറിയ ജംഗ്ഷൻ. അപ്പോൾ ഇവിടെയാണ് കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഈ കടയുടെ ബാക്കിലാണ്. കുഴപ്പമില്ല, നല്ല തണുപ്പുണ്ട്. വെയിൽ തോന്നുന്നെങ്കിലും നല്ല തണുപ്പുണ്ട്. ആ മലയുടെ മുകളിലെല്ലാം നല്ല മഞ്ഞുണ്ട്, റോഡിലൊക്കെ വെയിലുമുണ്ട്, എങ്കിലും നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്ഷീണമൊന്നും തോന്നത്തില്ല. മഴ കുറവാണ് തമിഴ്നാട്ടിൽ. ഞാൻ ചോദിച്ചായിരുന്നു വിളിച്ച്. തമിഴ്നാട്ടിലൊരു ഫ്രണ്ടുണ്ട്, അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് മഴ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആര്യങ്കാവിലോട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ഒരു അരുവി, ഒരു ആറുണ്ട് കേട്ടോ. വെള്ളമൊന്നുമില്ല, ആറ് മണ്ണ് മൂടി കിടക്കുകയാണ്. ആ കാറുകാരൻ നിർത്തുന്നു പോകുന്നു അങ്ങനെ പോവുകയാണ്. കുറേ സ്ഥലങ്ങളെ കാണുമ്പോൾ ചവിട്ടി നിർത്തുന്നതാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇടപ്പാളയം ആയിട്ടുണ്ട് കേട്ടോ. ഇടപ്പാളയം ഒരു ചെറിയ ജംഗ്ഷനാണ്. ഒരു പള്ളിയും കുറച്ച് കടയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇടപ്പാളയം. താഴെ ഒരു ചെറിയ ആറൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട് അവിടെ. നല്ല പുകയൊക്കെ അടിക്കുന്നു അവിടെ നിന്ന്. കണ്ണറ പാലം കഴിഞ്ഞ് നമ്മൾ താണ്ട ഇവിടെ ഇങ്ങനൊരു സ്ഥലം, അതായത് ആര്യങ്കാവ് എത്താറായപ്പോഴുള്ളൊരു സ്ഥലത്താണ് വന്നത്. ഇത് 3 കണ്ണറ പാലം. 13 കണ്ണറയല്ല, 3 കണ്ണറ പാലം. അത് നല്ലൊരു അരുവിയുണ്ട് കേട്ടോ. നല്ല കണ്ണാടി കണക്കുള്ള വെള്ളം. നോക്കേ, ചാടാൻ തോന്നുന്നു ഇറങ്ങി. നല്ല വെള്ളം, കുളിക്കുന്ന സ്ഥലമാണിത്. കൊള്ളാം, രസമുണ്ട്. ഇപ്പം നമ്മുടെ 3 കണ്ണറ പാലത്തിൻ്റെ ഒരു വ്യൂ ഇതാണ്. അടിപൊളി കേട്ടോ. ഈ മരത്തിൻ്റെ വണ്ണം നോക്കേ. അയ്യോ, ഇത് കണ്ടോ കേട്ടോ. റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നത്. വെള്ളമാണ് കേട്ടോ. ഇവിടെ എല്ലാം ഉരുളൻ കല്ലുകൾ കണ്ടോ, മൊത്തം ഉരുളൻ കല്ലുകൾ. നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാനായിട്ട്. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അടിപൊളി തണുപ്പുണ്ട് കേട്ടോ. നല്ല ഉരുളൻ കല്ലുകൾ മൊത്തം നമുക്കിവിടെ കിടക്കുന്ന കല്ലുകളൊക്കെ നല്ല ഉരുണ്ട് നല്ല അടിപൊളി താണ്ട് ടൈപ്പായിട്ടുള്ള കല്ലുകളാണ്. സൂപ്പർ, നല്ല രസമുണ്ട്. ഇത് ഫുള്ള് കല്ലുകളാണ്. വേണേൽ 2-3 എടുത്ത് വീട്ടിൽ കൊണ്ട് വെക്കാം. നമുക്ക് കൊള്ളാമല്ലേ, നല്ല രസമുണ്ടതാ. ഫുള്ള് അടിപൊളി വെള്ളം, നല്ല കണിനീര് വെള്ളം. നമുക്ക് തെളിഞ്ഞ വെള്ളം. തോർത്തൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് കുളിക്കായിരുന്നു. താഴ്ചയൊന്നുമില്ല, ചെറിയ അങ്ങനെ കിടക്കാം, അത്രേ ഉള്ളൂ. ഈ കല്ലുകളൊക്കെ കണ്ട വെറൈറ്റി കല്ലുകളാണല്ലേ.
സ്വർണ്ണക്കല്ലോ ഇതാണ്ട സ്വർണ്ണം, ഗോൾഡ്. നമുക്കങ്ങനെ ആറ്റിൽ നിന്നൊരു ഗോൾഡ് കിട്ടി. ഇതാണ്ട കേട്ടോ. മണ്ണും നല്ല താഴ്ചയുണ്ട് അവിടെ. അത്യാവശ്യം കിടന്ന് കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. മീനൊക്കെ ഉണ്ട്. മീനൊക്കെ ചെറിയ ചെറിയ മീനൊക്കെ കിടന്ന് ഓടുന്നുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു വൈബുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളെന്തായാലും നമുക്ക് നേരെ ചെങ്കോട്ടയിലേക്ക് വിടാം. വണ്ടിയൊക്കെ പോണ റോഡാണത്. നമ്മളൊരു പഴയ പാലമാണ് ഫസ്റ്റ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് പുതിയ പാലം. അപ്പോൾ അതിലേക്കിടെയാണ് ബസ്സൊക്കെ പോണത്. അപ്പോൾ ഇത് റെയിൽവേ ബ്രിഡ്ജാണിത്. ട്രെയിൻ പോണത് ഇതിൻ്റെ മുകളിൽ കൂടെയാണ്. പക്ഷെ കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. താഴ്ചയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇറങ്ങാം. നമ്മൾ കോട്ടവാസൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അതായത് കേരള തമിഴ്നാട് ബോർഡർ. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് ആ അണ്ണൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ നമ്മൾ അത്രയും വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അപ്പം കേരള തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ലോറി കയറി. ഇതാണൊരു ചെറിയ ക്ഷേത്രമാണ് കേട്ടോ. ക്ഷേത്രം കേരളത്തിലാണ്. ഇപ്പം നോക്കാം, ഒരു ടയർ പൊട്ടിയിരിക്കുന്നുണ്ടോ? ഒരു ടയർ പൊട്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ കേരളത്തിലാണ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെത്തി. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലായി കേട്ടോ. അപ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെ ആ ഒരു വ്യൂ നോക്കേ. താഴോട്ട് നോക്കേന്ന് പറയാൻ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ ബൈക്കിലിരിക്കുന്നത് കൊണ്ടേ. അതൊക്കെ തമിഴ്നാടാണ്. ആ താഴോട്ട് കാണുന്ന എല്ലാം തമിഴ്നാടാണ്. താഴോട്ടല്ല, നമ്മൾ പോകുന്നതെല്ലാം തമിഴ്നാട്ടിലോട്ടാണ്. ഈ റോഡും തമിഴ്നാടാണ്. കൊള്ളാം. ഇതിലേക്കൂടെ വണ്ടി ഓടിച്ചിട്ട് നല്ല തണുപ്പ്. ഞാനിതുവരെ കുടിച്ചിട്ടില്ല ഈ കരിക്കിൻ്റെ സംഭവം. അത് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? എന്തോ സംഭവം അത്? ഞാൻ ഈ കള്ളക്കയാന്ന് പറഞ്ഞ് കുടിക്കത്തില്ല. നമ്മുടെ എസ് വളവെത്താറായി കേട്ടോ. തമിഴ്നാടിൻ്റെ വണ്ടി നോക്കേ, കൊള്ളാല്ലേ, നല്ല കളർഫുള്ള്. മുരുകൻ്റെ വേൽ അതൊക്കെ വെച്ചിട്ട് സ്റ്റിക്കർ, മൈപ്പീലി ഒക്കെ വെച്ചിട്ടുണ്ട്. നോക്കേ, കൊള്ളാം. വേലായുധൻ്റെ വേല്, അതായത് മുരുകൻ. മുകളിലോട്ടൊക്കെ നോക്കാൻ നല്ല ഭയങ്കര മരങ്ങളതാ. എന്താ പച്ചപ്പ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. വെള്ളച്ചാട്ടമൊന്നുമില്ല, അപ്പം വെള്ളമൊന്നുമില്ല. ഇതല്ല, അപ്പുറത്താണ് വ്യൂ പോയിൻ്റ്. ഇത് കണക്കൊരു ഹോട്ടൽ അപ്പുറത്തുണ്ട്. അവിടെയാണ് എല്ലാവരും ഇറങ്ങി നിൽക്കുന്നത്. തമിഴ്നാടിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടെയൊക്കെ റോഡ് ഇച്ചിരി മോശമാണ് കേട്ടോ. അവിടെയൊക്കെ ഇച്ചിരി കട്ടറൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, വലിയ വലിയ വണ്ടികളൊക്കെ ഓടുന്ന റൂട്ടാണിത് കേട്ടോ. നല്ല തണുപ്പ്, നല്ല തണുക്കുന്നുണ്ടല്ലേ, നല്ല തണുപ്പുണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ചേട്ടോ. ഇവിടെ ഒരു ഇതിൻ്റെ മുകളിൽ, ഈ റിസോർട്ടിൻ്റെ അകത്തോട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളം ഉണ്ടോയെന്ന് അറിയാൻ ഏതാണ്ട് ഇതിനകത്തുനിന്ന് വെള്ളം വരും. ഇത് റിസോർട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അങ്ങനെ തമിഴ്നാടിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണത്. നമ്മൾ തമിഴ്നാട് പ്രോപ്പർ തമിഴ്നാട്ടിലോട്ട് കയറി.
നമ്മൾ ആ കാറൊക്കെ കിടക്കുന്ന സ്ഥലമില്ലയോ, അവിടെ നിന്നാണ് നമുക്ക് തമിഴ്നാട്ടിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. നല്ല ഒരു ഭംഗിയാണ് അവിടെ നിന്ന് കാണാൻ. കൃഷിപ്പാടങ്ങളും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. മഞ്ഞ് മൂടി കിടക്കുകയാണ് അങ്ങോട്ടൊക്കെ. നമ്മൾ ഉച്ചയ്ക്ക് വന്നത് കൊണ്ടാണ് അധികം ഇവിടെ അങ്ങ് നിർത്താത്തത്. നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് പോവുകയാണ്. ബസ്സുകളായില്ല, എത്തത്തേ ഉള്ളൂ. നീ കിട്ടും. ഒരുപാട് അപകടങ്ങളുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഇപ്പോൾ വരുന്നവർ പതുക്കെയൊക്കെ വരാൻ നോക്കാം. അങ്ങനെ നമ്മൾ എസ് വളവെത്തി. ഒരു ലോറി കയറി വരും. നോക്കേ, ഇതോ ഒരു ലോറി ഉണ്ടോ? ബാക്കിൽ 4, 8, 12 വീലുണ്ട് ബാക്കിൽ മാത്രം. അത് 2 വീല് 4 വീല് പൊങ്ങി നിൽക്കുക. അപ്പം നമ്മൾ വലിയ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇറക്കിയത് കേട്ടോ. കൊച്ചു വണ്ടികളായതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടി ഇടിച്ച് പൊട്ടിച്ചിട്ടിരിക്കുന്നുണ്ടോ റോഡ് സൈഡിലൊക്കെ. ഒരുപാട് തട്ടുമുട്ട് ഡെയിലി ഒരു അപകടം നടക്കുന്ന സ്ഥലമാണിത്. ഒരേ വണ്ടിയുടെയൊക്കെ സ്പെയർ പാർട്സൊക്കെ ഇളകി കിടക്കുന്നതൊക്കെ, പാർട്സുകൾ ഇളകി കിടക്കുന്നതൊക്കെ. നെല്ലിക്ക കവറിൽ, അരിനെല്ലിക്ക. ഇതൊരു ആൽമരം അല്ലേ? ഇത് ആൽമരം അല്ല, ഇത് എന്തൊരു മരമാണ് ഇത്? ആൽമരം അല്ലേ? കൊള്ളാമല്ലേ? ഒരുപാട് വേരുകളുണ്ട് അതിന് അല്ലേ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെത്തി. ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഇടമൊക്കെ, എന്തുമാത്രം ഫ്രൂട്ട്സ് ഒന്നും ഒക്കെ അവിടെ ഇരിക്കുന്ന. എല്ലാം ഉണ്ട്. ചിപ്സൊക്കെ നല്ല ചൂട് ചിപ്സുകൾ അരിഞ്ഞിട്ട് വരുന്നുണ്ട്. മേടിക്കുക, കഴിക്കുക, പോവുക.